വടി. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒളിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കബഡി കളിക്കുന്നതുപോലെ വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ. എന്താ? ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്. ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. സമ്മതിക്കാൻ ഒരു അന്തസ് വേണം. ഞാൻ നോക്കുന്നത് നീ അടിയാണോ? എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോര നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. എന്നാ പോ. നിക്കടി അവിടെ. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, ദോണ്ട് ഇവിടെ, ദോണ്ട് അവിടെ. അയ്യോ, നീരുണ്ടല്ലേ? ഒറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. ഇതൊക്കെ നിനക്ക് അവനെ വിളിച്ച് ജയിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പം ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ച് തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടിനെ അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ? ഇപ്പഴേ അടിമയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതിൽ അവന് ദേഷ്യം. അശോകേട്ടന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി. എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട, ഞാൻ എന്നാ പറിച്ചോ. ഒരു ഉപദേശി.
എടാ പൂട്ടാ ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകുട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. ഏയ് മാറടാ. എടാ അപ്പൊ നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ പോടാ. എടാ ശില്പ, അടിച്ചവന്റെ 2 കാലുകൾ ഓടിക്കടാ. പിന്നെ ഞാൻ എടാ, ഇവനെ പിടിച്ചോ. അയ്യോ, എന്നെ പിടിച്ച്. അയ്യോ, അയ്യോ, ഞാൻ ഡാൻസ്. മോതിരം, കടകം, ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. അതവളുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്റെ കാശ് പോയോ? അയ്യോ. അയ്യോ അടി അടി. ആ ഓടിക്കോടാ. ഞാനല്ല അവരെന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. നടക്കാനേ പറഞ്ഞു. അല്ല അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു.